നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം മണ്ടത്തരമാണെന്നും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ജനപ്രതിനിധിയാണെന്നുമാണ് പരക്കെയുള്ള ആക്ഷേപം. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും അത് മണ്ടത്തരമാകുമെന്നും 4 വശങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ലഭിക്കുമെന്നതും പറയേണ്ടതില്ല. ഭരണം ലഭിച്ചാൽ ജനാധിപത്യത്തെ തകർക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ പറച്ചിൽ. എന്നാൽ ഇതിനു മുൻപ് ഹിന്ദുമതത്തിലെ ശക്തി എന്ന വാക്കിനെതിരെ പോരാട്ടം നടത്താൻ പോവുകയാണെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് BJP സ്ഥാനാർത്ഥി കങ്കണ റാണാവത്ത്. രാഹുൽ ഗാന്ധി പിടിച്ച പുലിവാലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ജനാധിപത്യത്തെ തകർക്കുന്നവർക്കെതിരെ ഭരണം ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്നൊക്കെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. പലിശയും പിഴയും ഒക്കെ അടക്കം 1800 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുലിന്റെ പ്രതികരണം. BJPയുടെ ടാക്സ് ടെററിസം എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് രാഹുൽ എക്സിൽ പോസ്റ്റ് ഇട്ടത്. ഭരണമാറ്റം ഉണ്ടായാൽ ഉറപ്പായും ജനാധിപത്യം തകർക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാവും. ഇനി ഇതൊക്കെ ചെയ്യാൻ ധൈര്യം വരാത്ത രീതിയിലായിരിക്കും നടപടി. ഇത് എന്റെ ഗ്യാരണ്ടിയാണെന്നാണ് രാഹുൽ എക്സിൽ കുറിച്ചത്. 2018-2019 വർഷത്തെ നികുതിയായി കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്ന് ആദായ നികുതി വകുപ്പ് 135 കോടി രൂപ ഈടാക്കിയിരുന്നു. കോൺഗ്രസ് നൽകേണ്ട ആദായ നികുതി പുനർനിർണയിക്കാനുള്ള നീക്കത്തിനെതിരെ നൽകിയ പുതിയ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഈ നീക്കം. എന്നാൽ രാഹുൽ എക്സിൽ കുറിച്ച പോസ്റ്റിനെ കുറിച്ച് പോസിറ്റീവും നെഗറ്റീവും ഒക്കെയായി ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ശക്തി പരാമർശത്തെക്കുറിച്ചുള്ള ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് BJP സ്ഥാനാർത്ഥി കങ്കണ റാണാവത്ത്. രാഹുലിന് ഇത്തരത്തിലുള്ള പ്രസംഗമൊക്കെ ആരാണ് എഴുതി നൽകുന്നതെന്നാണ് കങ്കണ ചോദിക്കുന്നത്. മുംബൈയിലെ ശിവാജി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലായിരുന്നു ഏറെ വിവാദമായ ശക്തി പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയത്. ഹിന്ദുമതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട്. ആ ശക്തിക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് രാഹുലിന് എങ്ങനെ ഇപ്രകാരം സംസാരിക്കാൻ കഴിയുന്നുവെന്നാണ് കങ്കണയുടെ ചോദ്യം. ശക്തിയെ ഉന്മൂലനം ചെയ്യണമെന്നാണ് രാഹുൽ പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രസംഗമൊക്കെ ആരാണ് രാഹുലിന് എഴുതി നൽകുന്നത്? ഭാരതത്തിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറയാൻ എങ്ങനെയാണ് രാഹുലിന് കഴിയുന്നത്? സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയവർക്കൊക്കെ മാണ്ടിയിലെ ജനങ്ങൾ വോട്ടിലൂടെ മറുപടി പറയുമെന്ന് ശുഭപ്രതീക്ഷയുണ്ട്. എപ്പോഴും എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളവരാണ് ഭാരതത്തിലെ ജനങ്ങൾ. എന്നാൽ സ്ത്രീകളെ ശക്തിയായി കാണുന്നതാണ് ഹൈന്ദവ വിശ്വാസം എന്നതിനാൽ ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി BJP രംഗത്ത് വന്നിരുന്നു. രാഹുലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. ഭാരതത്തിലെ സ്ത്രീകളെ ദേവതകളായിട്ടാണ് പൊതുവെ ശക്തിയായി വിശേഷിപ്പിക്കാറുള്ളത്. അതിനാൽ രാഹുലിന്റെ പരാമർശം സ്ത്രീവിരുദ്ധവും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതുമാണെന്ന് BJP പരാതിയിൽ പറഞ്ഞിരുന്നു. പരാമർശം വിവാദമായതോടുകൂടി ന്യായീകരണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. തന്റെ വാക്കുകൾ BJP നേതാക്കൾ വളച്ചൊടിച്ചതെന്നായിരുന്നു രാഹുലിന്റെ മറുപടി.